നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ചോദ്യങ്ങളുമായി കോടതി. തിരക്കുപിടിച്ചെന്തിന് നരഹത്യാ കുറ്റം ചുമത്തി? മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ ഗുരുതര മുറിവ് എന്ന വിവരമില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. മർദ്ദന ദൃശ്യങ്ങളും കോടതി കണ്ടു. പോലീസ് ചിത്രീകരിച്ച ദൃശ്യമില്ലെന്ന് പറഞ്ഞതോടെ SIT ഉദ്യോഗസ്ഥനെ കോടതി വിളിച്ചു വരുത്തി. കേസ് ശനിയാഴ്ച പരിഗണിക്കുന്നതുവരെ ഗൺമാൻമാരുടെ അറസ്റ്റ് പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നത്? വളരെ വിശദമായ പ്രതിവാദത്തിനൊടുവിലാണ് കോടതി ഈ കേസ് ശനിയാഴ്ചത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു മണിക്കൂറിന് മുകളിൽ ഈ കേസ് നീണ്ടിട്ടുണ്ട്. ഈ വാദപ്രതിവാദങ്ങളൊക്കെ ഒരു മണിക്കൂറിന് മുകളിൽ നീണ്ടു. കോടതിയിൽ പ്രോസിക്യൂഷൻ പുതിയ ദൃശ്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തേണ്ട ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ദൃശ്യങ്ങൾ കാണുകയുള്ളൂ എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കേസ് 6-ാം തീയതിയിലേക്ക് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത്. ശനിയാഴ്ച വീണ്ടും കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. എന്തിനാണ് ഇത്ര തിരക്കപ്പെട്ട് ഈ കോടതി കേസിൽ 308, അതായത് നരഹത്യ കുറ്റം എന്തിനാണ് ഇത്ര തിരക്കപ്പെട്ട് ചുമത്തിയത് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗുരുതര കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് SIT പരിശോധിക്കണമെന്നായിരുന്നു SITയുടെ ആദ്യ റിപ്പോർട്ട്. രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഗുരുതര വകുപ്പുകൾ എന്തുകൊണ്ട് ചുമത്തി എന്നും കോടതി ചോദിച്ചു. മാത്രമല്ല, ഈ സംഭവത്തിൽ പോലീസ് പൊലിപ്പിച്ചെഴുതിയ പരാതിയാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വാദിഭാഗം ഇപ്പോൾ തയ്യാറാക്കിയ പരാതി പൊലിപ്പിച്ചതുപോലെയാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അഭിഭാഷക സഹായത്തോടെ എഴുതിയ പരാതിയാണെന്നാണ് വിമർശനം. മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ ഒരു വിമർശനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വൈകാരികമായ പിന്നീട് വാദിഭാഗത്തിന്റെ ഒരു നീക്കം ഒരു പ്രതികരണം എന്ന് പറയുന്നത് മനസാക്ഷി മരവിക്കുന്ന അക്രമമാണ് നടന്നത്, വിഷമം തോന്നുന്നുണ്ടെന്ന് വാദിഭാഗ അഭിഭാഷകൻ P. റോയ് കോടതി അറിയിച്ചു. നിസ്സാര പരിക്കല്ലേ ഉള്ളൂ എന്നും കോടതി ചോദിച്ചു. അതായത് 1 ഇഞ്ച് 1, അതായത് ചെറിയൊരു പരിക്കാണ് സംഭവിച്ചത്. അതെങ്ങനെ വധശ്രമ കുറ്റം നിൽക്കും? വധശ്രമ കുറ്റം ഈ കേസിൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് 6-ാം തീയതിയിലേക്ക് പുതിയ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം 6-ാം തീയതിയിലേക്ക് കോടതി കേസ് പരിഗണിക്കാൻ മാറ്റിയത്. അന്ന് ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ.